ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മാർച്ച് 3-നാണ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ചെക്കപ്പ് വരുന്നതെന്ന്. പക്ഷേ അതിന് മുന്നേ തന്നെ, അതായത് മാർച്ച് 2-ാം തീയതി തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് വാട്ടർ ലീക്ക് ആയോ എന്നൊരു ഡൗട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് വാട്ടർ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് വാട്ടർ പോവുകയും ചെയ്യും, അല്ലെങ്കിൽ ചെറുതായിട്ട് ചിലർക്കൊക്കെ ചെറുതായിട്ട് പോവുകയും ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് ചെറുതായിട്ട് മാത്രമേ ലീക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പോകണോ പോകണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മാർച്ച് 2-ാം തീയതി. എന്തായാലും മാർച്ച് 3-ന് പോകണമല്ലോ, അതുകൊണ്ട് ഇന്ന് പോകണോ എന്നൊരു ഡൗട്ടിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ നേരിട്ട് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് ഡോക്ടറെ കാര്യങ്ങൾ, ചെറിയ രീതിയിൽ മാത്രമേ പോയിട്ടുള്ളൂ, വരണോ അതോ വരണ്ടയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും വാട്ടർ ലീക്കാണ് എന്നൊരു ഡൗട്ട് തോന്നിയതല്ലേ, വെറുതെ അവിടെ നിന്ന് റിസ്ക് എടുക്കണ്ട, ഇങ്ങോട്ട് വന്നോളൂ പറഞ്ഞു. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ സമയത്ത് ഡോക്ടറോട് പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് ദൂരെയാണ് ഹോസ്പിറ്റൽ, ഒരു 1.5-2 hours ഒക്കെ എടുക്കും, വാട്ടർ ബ്രേക്ക് ആയാലൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞത്, എന്തായാലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വന്നോളൂ, നമുക്കതൊന്ന് കൺഫേം ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തി. നേരെ നമ്മൾ ഡോക്ടറെ പോയി കാണുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വാട്ടർ ലീക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ നേരെ ചെയ്തത് PV ആണ് കേട്ടോ. PV എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ശരിക്കും എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ല PV ഭയങ്കര പെയിൻഫുൾ ആണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു PV അത്ര വലിയ പെയിൻഫുൾ ഒന്നും അല്ല എന്നുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് PV ചെയ്തപ്പോൾ ഭയങ്കര പെയിൻ ആയിരുന്നു. എന്താണെന്നറിയില്ല, 1 finger ഓപ്പൺ ആയി എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഭയങ്കര പെയിൻ ആയിരുന്നു PV ഈ സമയത്ത് ചെയ്ത സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, വാട്ടർ ലീക്ക് ആയതിൻ്റെ അത് വലിയൊരു എമൗണ്ട് പോയതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതുകൊണ്ട് എന്നാലും നമുക്ക് ലേബർ റൂമിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒബ്സർവേഷനിലേക്ക് ഒന്ന് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വൈകുന്നേരം വരെ ഞാൻ ലേബർ റൂമിലായിരുന്നു കേട്ടോ. എനിക്ക് പ്രസവിക്കുന്നതിന് മുന്നേ തന്നെ ലേബർ റൂമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പറ്റി. അവിടെ നിന്ന് എന്തായിരുന്നു വെച്ചാൽ, ബേബീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഓക്കെ അല്ലേ, അതായത് നമ്മുടെ വാട്ടറൊക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് ബേബി മൂവ്മെൻറ്റൊക്കെ ഓക്കെ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട് CTGയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും എന്നോട് റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. പാഡ് ഒബ്സർവേഷൻ ആയിരുന്നു. പാഡിൽ എന്തെങ്കിലും പിന്നെ വാട്ടർ ലീക്കേജോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അന്നത്തെ ദിവസം PV ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ടാണോ അല്ലെ 1 finger ഓപ്പൺ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പാഡ് ഒബ്സർവേഷനിൽ ഞാൻ ബ്ലഡായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഫുള്ള്. പിന്നെ മാർച്ച് 2-ാം തീയതി നമ്മളവിടെ അഡ്മിറ്റ് ആയിട്ടോ. കാരണം പോയി വരാനുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ ഇവിടെ നിന്നിട്ട് നാളെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ തിരിച്ച് പോയിക്കൊള്ളാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും എനിക്ക് പിന്നെയും ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് ബേബീൻ്റെ മൂവ്മെൻറ്റൊക്കെ അറിയുന്ന CTGയിലെ അതൊന്നുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് കണ്ട സമയത്തേക്ക് അവർ പറഞ്ഞു, കുഴപ്പമില്ല, പോയിക്കോളൂ, നെക്സ്റ്റ് വീക്ക് മൺഡേ വന്നാൽ മതി, അഡ്മിറ്റ് ആയിക്കോളാൻ വേണ്ടി പറഞ്ഞു. കാരണം എൻ്റെ സർവീസിൽ ആകെ 1 finger മാത്രമല്ലേ ഓപ്പൺ ആയിട്ടുള്ളൂ, അതേപോലെ തന്നെ അവിടെ ഭയങ്കര തിക്കായിട്ടാണ് കിടക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു, സോഫ്റ്റൻ ആയിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് അന്ന് പോയപ്പോഴും പെയിൻ ഇൻഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പോൾ എനിക്ക് മാർച്ച് 9 തിങ്കളാഴ്ചയാണ് കേട്ടോ എനിക്കിനി അഡ്മിറ്റ് ആവാൻ വേണ്ടി ഡേറ്റ് തന്നേക്കുന്നത്. പിറ്റേ ദിവസം, അതായത് മാർച്ച് 3-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു. സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന അയണും വൈറ്റമിനും ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. എക്സസൈസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തോളാണ് പറഞ്ഞത്. അതേപോലെ തന്നെ വാട്ടർ ബ്രേക്ക് ആയാലും വന്ന ഒരു 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താനുള്ള ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ വന്നാൽ മതി ഹോസ്പിറ്റലിലേക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരാശ്വാസത്തിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും 3-4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരേണ്ടി വന്നതാണ്. ഇന്ന് വിചാരിച്ചിട്ടേ ഇല്ല വരേണ്ടി വരുമെന്നുള്ളത്. ഇനി എന്തായാലും തിങ്കളാഴ്ച നമുക്ക് അഡ്മിറ്റ് ആവണം. അതൊരു ഫിക്സഡ് ആണല്ലോ, ഫിക്സായിട്ട് അന്ന് തന്നെ ഉറപ്പിച്ചതാണ് അഡ്മിറ്റ് ആവാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടായിരുന്നത്.